ചിങ്ങപ്പുലരിയിലെ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ചാവക്കാട്ടെ മികച്ച യുവ കർഷകൻ. മണത്തല ബേബി റോഡ്, പൊന്നരാശ്ശേരി ബിജേഷ്, പാലയൂർ പൊന്നരാശ്ശേരി നിമൽ എന്നിവരാണ് മേഖലയിലെ രണ്ടിടങ്ങളിലായി പൂക്കൃഷി ഇറക്കി മാതൃകയാകുന്നത്. നിമൽ മടേക്കടവ് മേലേപ്പുരയ്ക്കൽ വീട്ടുപറമ്പിലും ബിജേഷ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്തുമാണ് കൃഷി ചെയ്യുന്നത്. കേറ്ററിംഗ് തൊഴിലാളിയായ നിമൽ കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ്. കുക്കുംബർ ഉൾപ്പെടെയുള്ള വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന നിമലിനെ തേടി ഇതിനകം 2 തവണ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമെത്തി. ഇത്തവണത്തെ സംസ്ഥാന യുവ കർഷക അവാർഡിനുള്ള പരിഗണനാ പട്ടികയിലും നിമൽ ഇടം പിടിച്ചിരുന്നു. ചെറുപ്പം മുതലേയുള്ള കൃഷിയോടുള്ള തീവ്രമായ താല്പര്യമാണ് തന്നെ ഈ രംഗത്ത് നിലനിർത്തുന്നതെന്ന് നിമൽ പറയുന്നു. നമ്മളിപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളം ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യണത് ഒരു 3 വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു വളമൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു അടിവളമൊക്കെ ആയിട്ട് നമ്മൾ ജൈവ രീതിയിലും നമ്മളൊരു സ്പ്രേ വഴി കുറച്ച് 19 അതുപോലെ തന്നെ 13-00-45 സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇംഗ്ലീഷ് വളമായിട്ട്. അത് മാത്രമേ ഇംഗ്ലീഷ് വളമായിട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കീടനാശിനിയായിട്ടൊന്നും അങ്ങനെയൊന്നും കൊടുക്കാറില്ല. നമ്മൾ ജൈവ രീതിയിലുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ പച്ചക്കറിയൊക്കെ. കോവിഡ് കാലത്തെ ജോലി നഷ്ടമാണ് ബിജേഷിനെ കൃഷിയിലേക്ക് എത്തിച്ചത്. തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി എന്നിവ വിജയകരമായി വിളയിച്ച ബിജേഷിന് ഈ വർഷത്തെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൃഷിക്ക് വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ബിജേഷ് പറഞ്ഞു. നമ്മളെ മണത്തല ചാവക്കാട് പ്രാവശ്യം ഓണം പ്രയോഗിച്ചിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. വാടാർമല്ലി ഒരു 4 കളറും ചെണ്ടുമല്ലി ഒരു 2 കളറും ഉണ്ട്, ഓറഞ്ചും മഞ്ഞയും. നല്ല സൈസിലാണ് പൂവൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും തോട്ടത്തിൽ വന്ന് നേരിട്ടിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെ സെയിൽ ചെയ്യും രാവിലെയും വൈകിട്ടും. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ഈ പൂപരിപാലനം പ്രദേശവാസികൾക്കിടയിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്.